നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആശങ്കയിലായിരിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലും ഈ യുദ്ധത്തിന്റെ വാർത്തകൾ അധികമായി കൊടുത്താൽ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുടെ കമന്ററി പോലെ ഈ വാർത്തകൾ കൊടുത്താൽ, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ചാനലുകൾ, മലയാളം ചാനലുകൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ അതോടുകൂടി അവിടുന്ന് പെട്ടിയും കിടക്കയെടുത്ത് തിരിച്ചു പോരേണ്ടി വരും എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ആ വാർത്തകൾ ഇല്ലാതായത്. പിന്നീട് ഇലക്ഷന്റെ വാർത്തകളായി. ഇലക്ഷനിൽ ആരേത് പാർട്ടി അങ്ങോട്ട് മാറുന്നു, ജി സുധാകരൻ സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമോ, മത്സരിച്ചാൽ UDF പിന്തുണയ്ക്കുമോ, ഇതിനിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായി, ഇതിനിടയിലൂടെ കീഴൂട്ട് രാമൻപിള്ളയുടെ മകന്റെ മകൻ, കൊച്ചുമകൻ ഗണേഷ് കുമാറിന്റെ വാളകത്തുള്ള വീട്ടിലെ ലീലാവിലാസങ്ങൾ, ആ ലീലാവിലാസങ്ങൾ മറയ്ക്കാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ LDF ഭരണത്തിൽ ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് വേണം പറയാൻ. രണ്ടാമത് ഭരണം വന്നപ്പോൾ ആരെന്ത് വൃത്തികേട് കാണിച്ചാലും അത് ചർച്ചയാകുമ്പോൾ, അത് ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ഓൺലൈൻ ചാനലുകളിലൂടെയും ഒക്കെ ചർച്ചയാകുമ്പോൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അത് നികേഷ് ഇപ്പോൾ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാകാം. ഓൺലൈൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് MV നികേഷ് കുമാറാണ്. വളരെ വൃത്തിയായി ഈ പണി അറിയാവുന്ന ഒരാളാണ് നികേഷ് കുമാർ. വാർത്തകൾ എങ്ങോട്ട് തിരിച്ചുവിടണം എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഈ വാർത്തകൾ തിരിച്ചുവിടുകയാണെങ്കിൽ, വാളകത്ത് വീട്ടിൽ ഗണേഷ് കുമാർ കാണിച്ച ലീലാവിലാസങ്ങൾ, പോലീസ് വന്ന് സല്യൂട്ട് അടിച്ചിട്ട് പോയതും, പത്നി ബിന്ദുവിന്റെ സ്റ്റേറ്റ്മെന്റും, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ലോകമെങ്ങും വൈറലായപ്പോൾ നമ്മുടെ പോലീസ് വന്ന് സല്യൂട്ട് അടിച്ചു. വീണ്ടും ആർക്കും പരാതിയില്ല. കുട്ടിക്ക് 14 വയസ്സായെന്ന് പറയുന്നു, അമ്മയ്ക്ക് 45 വയസ്സായെന്ന് പറയുന്നു. പക്ഷെ ആർക്കും പരാതിയില്ല. അമ്മയും മകളും കൂടി എന്ത് ചെയ്യുകയായിരുന്നു എന്നും ആർക്കും അറിയാൻ പാടില്ല. പക്ഷെ ബിന്ദുവിനറിയാം. ബിന്ദുവിൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ട്, അതിൻ്റെ ഫോട്ടോയുണ്ട്, വീഡിയോയുണ്ട്. ബിന്ദു തൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ശ്രീലേഖയെ വിളിച്ചു പറഞ്ഞു, പഴയ IPS ശ്രീലേഖ, ഇപ്പോൾ കൗൺസിലറായ ശ്രീലേഖയെ വിളിച്ചു പറഞ്ഞു. ശ്രീലേഖ 112 വിളിക്കാൻ പറഞ്ഞു. 112 നിന്നും ആള് വന്നു. പക്ഷെ നാട്ടിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് അത് ഷൂ ആയിപ്പോയി. ഇപ്പോൾ സുധാകരൻ ഷൂ ആയെന്ന് നമ്മുടെ MM മണി പറയുന്നത് പോലെ. അപ്പോൾ സുധാകരനും പറഞ്ഞു, അങ്ങ് ഇടുക്കിയിലെ ഷൂ ആണല്ലോ MM മണി എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഗണേശന്റെ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ നികേഷ് കണ്ടുപിടിച്ച ഒരു മാർഗം കൊള്ളാം. മൊണാലിസയുടെ കല്യാണം. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ കുംഭകോണത്തിനിടെ അവിടെ മാലയും ആഭരണങ്ങളും ഒക്കെ വിറ്റ് നടന്ന ഒരു നാടോടി പെൺകുട്ടി, ആ പെൺകുട്ടിയെ അതിൻ്റെ സൗന്ദര്യം കണ്ട്, കാണാൻ നല്ല സുന്ദരിയായതുകൊണ്ട് അതിനെ ഇങ്ങനൊരു കുട്ടിയാണ്, ഇത് വിൽക്കാൻ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരാൾ വ്ലോഗ് ചെയ്തപ്പോൾ അത് ലോകമെങ്ങും അത് പ്രചരിച്ചു. ആ കുട്ടി വൈറലായി. ഇപ്പോൾ മലയാളം, തമിഴ്, ഹിന്ദി ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ക്ഷണപ്രകാരം അവിടെ പോയി പൊക്കി ഇവിടെ കൊണ്ടുവന്നു. ജുവലറി ഉദ്ഘാടനം നടത്തുന്നു, രത്നമാലകൾ കൊടുക്കുന്നു. ഒന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കോടീശ്വരിയായി മാറുന്നു. പക്ഷെ അവൾ പണ്ട് കാത്തുവച്ചിരുന്ന ഒരു പ്രണയം പൂത്തുലയ്ക്കാൻ ഇങ്ങ് കേരളത്തിൽ വരേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ കേരളത്തിൽ വന്നപ്പോഴോ നമ്മുടെ ഗോവിന്ദൻ, അതായത് CPMന്റെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും ശിവൻകുട്ടി മാമനും ഒക്കെ പുറകെ നടന്ന്, ആ കൂട്ടത്തിൽ ഒരാളുണ്ട് കേട്ടോ, ദോഷം പറയരുതല്ലോ, റഹീമും ഉണ്ട്. മതസൗഹാർദ്ദം എവിടെയും നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം ഈ മൊണാലിസയുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചയാൾ മുസ്ലിമാണ് എന്നാണ് നാമധേയം കൊണ്ട് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സഖാവേ ഇതിനകത്ത്. ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നൊരാരോപണം പൊന്തി വരുന്നു. അത് ശരിയാണോ എന്നൊന്ന് ചിന്തിക്കണേ. കഴിഞ്ഞ വർഷം ഈ പെൺകുട്ടിയുടെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വന്നപ്പോൾ 16 വയസ്സ് മാത്രം പ്രായമുള്ള മൊണാലിസ എന്നാണ് പരക്കെ ആധികാരികമായ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ 18 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ, വിവാഹപ്രായമായില്ലല്ലോ. ബാലവിവാഹം നടത്തിയതിന്
ശ്രീ എം വി ഗോവിന്ദനും എ റഹീമും നമ്മുടെ ശിവൻകുട്ടി മാമനും ഒക്കെ ഇനി വീണ്ടും അടുത്ത ക്യാപ്സ്യൂളുകളുമായി രംഗത്തിറങ്ങേണ്ടി വരുമോ എന്നാണ് അറിയേണ്ടത്. കാരണം അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ വന്നതുകൊണ്ട്, ഒരു കല്യാണം നടത്തി കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തായി, നമ്മുടെ ഗണേശന്റെ ലീലാവിലാസങ്ങൾ അങ്ങ് അലിഞ്ഞ് ഇല്ലാതായി. ഇനിയും വരും. ഇനിയും ഇലക്ഷൻ എടുക്കും തോറും കുറേയധികം ലൈംഗിക അതിക്രമ കഥകളും ലൈംഗിക ചേഷ്ടകളുടെ കഥകളും MLA-മാരുടെ ലൈംഗിക വീഴ്ചകളും അതേപോലെ സെക്സ് കലർന്ന ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇനി വരാൻ കിടക്കുന്നു. നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ സംസാരിക്കാതെ ഇങ്ങനെ സെക്സ് കഥകൾ തേടി പോകുന്ന ചില വൃത്തികെട്ട ചാനൽ വാർത്തകളും ചില അധപ്പതിച്ച ഓൺലൈൻ ചാനലുകളുമൊക്കെ ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ സത്യത്തിൽ വീണ്ടും നമ്മുടെ നാടിനെ ഇത് എവിടെ കൊണ്ടാക്കും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അതാണോ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നതൊന്നും അല്ലല്ലോ. അവർക്ക് ഒരു ബലാത്സംഗമോ അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെയുള്ള ഒരമ്മ മകൾ മന്ത്രി ബന്ധമോ ഒക്കെ മതി. നമ്മുടെ നാട് ഏതോ കേരളത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിച്ചതുപോലെയാണ്. എന്നാൽ അവിടെ ഗ്യാസ് ഉണ്ടോ? അവിടുത്തെ കാറുകൾക്ക് അടിക്കാൻ അല്ലെങ്കിൽ വണ്ടികൾക്ക് അടിക്കാൻ പെട്രോൾ വരുന്നുണ്ടോ? ഡീസൽ വരുന്നുണ്ടോ? ഹോട്ടലുകൾ പൂട്ടുന്നുണ്ടോ? പച്ചക്കറികളും അരികളും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ പോട്ടെ കുറേ കാലം കൂടി. എത്ര കാലമാണ് നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ പ്രത്യേകിച്ചും മാധ്യമങ്ങളുമൊക്കെ ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നത്? ഇതിൻ്റെ ഏറിയ പങ്കും അല്ലെങ്കിൽ 100% ഇതിന് കുട പിടിച്ചു കൊടുക്കുന്നതും ഇത് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നതുമെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല.